അപ്പം നമ്മുടെ വീടെടുത്തിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് ഗ്യാസ് സെറ്റ് ആയായിരുന്നു. ഒരു ദിവസം പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ പുറകെ കുറേ അന്വേഷിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെയാണ് ഗ്യാസ് സെറ്റായത്. അപ്പോൾ ഗ്യാസ് സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പൈസ കൊണ്ട് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഒരുപാട് സന്തോഷം. ഇവിടെ ഒറ്റയ്ക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്ത് മനസ്സമാധാനത്തോടു കൂടി പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ പാല് കാച്ചിലാണ്. അപ്പോൾ പാല് ഞാൻ സാധാരണ കുടിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ കട്ടൻ ചായയാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കട്ടൻ ചായ തിളപ്പിച്ച് നമ്മുടെ വീടിൻ്റെ ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുക്കള വരുന്നത്. ചെറിയൊരു അടുക്കളയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുക്കള. അടുക്കളയിൽ നിന്ന് നേരെ കയറുന്നത് നമ്മളുടെ മുറിയാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഹാള് പോലെയാണ് കേട്ടോ, ചെറിയൊരു ഹാള് പോലെ. പിന്നെ നമ്മുടെ നേരെ മുറിയിലേക്ക് പോവാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കും. ആൻഡ് ഇതാണ് നമ്മളുടെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഈ ബെഡ്റൂമിൽ തന്നെ ഇരുന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഇതുണ്ടോ, നല്ലൊരു വ്യൂ ഉള്ള പ്ലേസാണ്. അപ്പോൾ ഉണ്ടോ, ഇവിടെയൊക്കെ മഴ പെയ്യുക, ഭയങ്കരമായിട്ട് മഴയാണ്. ഇഷ്ടം പോലെ നല്ല കാഴ്ചകളൊക്കെ കാണരുത്. ഉണ്ടോ, കൊക്ക് പറന്നു പോകുന്നതും. പിന്നെ എൻ്റെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ആൻഡ് ഇതാണ് നമ്മളുടെ ഒരു കൊച്ചു തിണ്ണയെന്ന് പറയുന്നത്. നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ്. അല്ലേ, നല്ല മഴയൊക്കെ പെയ്ത് അടിപൊളി. പിന്നെ ഇതാണ് നമ്മളുടെ ബാത്റൂം വരുന്നത്, ടോയ്ലറ്റ്. പിന്നെ ഇതാണ് നമ്മളുടെ ഹാള്, അവിടെയാണ് മെയിൻ ഡോർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ചായ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ കട്ടൻ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇപ്പം ഇതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി കട്ടൻ ചായ നമുക്ക് കുടിച്ച് നമ്മൾ തുടങ്ങാം. അല്ല, ഞാൻ സ്മാർട്ട് ബസാറിൽ നിന്ന് മേടിച്ചതാണ്. 4 എണ്ണത്തിന് 100 രൂപയുള്ളൂ. കുമളിയിൽ നിന്ന് മേടിച്ചാണ്. അടിപൊളി സാധനം. ഇത് ചില്ലിൻ്റെ സാധനമാണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിലാണ് അവിടെ കിട്ടുന്നത്. എന്നാലും ഞാൻ തേയിലച്ചായ മാത്രമേ കുടിക്കുള്ളൂ. ഇടയ്ക്ക് മാത്രമേ അത് കുടിക്കാറുള്ളൂ. എനിക്ക് അത്ര ഇഷ്ടമില്ല ചായ, കാപ്പി ഒന്നിനോട് അങ്ങനെ ഒരു വലിയൊരു താല്പര്യമില്ല. മധുരത്തിനോടൊന്നും അത്ര താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. ചായ ഇട്ട് തുടങ്ങാം. പക്ഷെ ഞാനിപ്പം കട്ടൻ ചായയൊക്കെ വല്ലപ്പോഴും കുടിക്കുള്ളെങ്കിലും അത്യാവശ്യം മധുരം വേണം. എന്തായാലും നമ്മുടെ കട്ടൻ ചായ കഴിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള കട്ടൻ ചായ എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കുടിക്കാം. ഇച്ചിരി കൂടെ മധുരം വേണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വല്ലപ്പോഴും കുടിക്കുള്ളെങ്കിലും അത്യാവശ്യം മധുരം വേണം. എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അത് എന്താണെന്ന് നോക്കാം.